അള്ളാഹുവിന്റെ നൂറാണത്. അഫഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. വിശുദ്ധ ഖുർആൻ ചോദിച്ചതല്ലേ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. നബിയേ, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ഒരാളെയും നാം ശാശ്വതമാക്കുന്നതല്ല, ഒരാളെയും നാം സ്ഥിരമായി താമസിപ്പിക്കുന്നതല്ല. എന്നിട്ടല്ല പറയുന്നത് കേൾക്കാം, റബ്ബാണ് പറയുന്നത്, ഖുർആനാണ് ഈ പറയുന്നത്. അഫഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, അങ്ങ് വഫാത്താവുകയും അവരിവിടെ ശാശ്വതമാവുകയും ചെയ്യുകയോ? അങ്ങ് വഫാത്താവുകയും അവര് ശാശ്വതമാവുകയും ചെയ്യുകയോ? എന്താ ഈ പറഞ്ഞതിനർത്ഥം? നബിയെ, അങ്ങ് അവിടെ നിന്ന് വഫാത്തായി പോരേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും അവിടെ നിലനിൽക്കാൻ അവകാശമില്ല. അങ്ങനെ ഒരാൾക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രപഞ്ചത്തിൽ സ്ഥായി ഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഏറ്റവും യോഗ്യനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അലിഫ് ലാം മീമിന്റെ പൊരുളിൽ ഹല്ലില്ലാത്ത ഞങ്ങളിൽ അലിഫ് ലാമിലുള്ള മീമാം തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബിബുകുമുല്ലാഹ്. സൂറത്ത് ആലു ഇമ്രാനിൽ ഈ ആയത്തിറങ്ങിയപ്പോ നിങ്ങൾ നമ്മുടെ നാട്ടുകാരാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ, അവര് പറഞ്ഞതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നെ പിൻപറ്റുക, എന്നെ അനുഗമിക്കുക. എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോഴാണ് മക്കയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മദീനയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകളും ജൂതന്മാരായ ആളുകളോ അവര് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ യുരീദു അൻ നത്തഖിദഹു ഹനാനൻ കമത്തഖദത്തിൻ നസ്വാറാ ഈസാ. നസ്വാറാക്കള് ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് നസ്രാനികൾ ചെയ്തതുപോലെ നമ്മൾ മുഹമ്മദിനെ കൊണ്ട് ചെയ്യണമെന്നാണ് മുഹമ്മദ് ആഗ്രഹിക്കുന്നത്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്ത്, നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ഖുൽ അത്വീഉല്ലാഹ വർ-റസൂല ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കുക, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്വീഉല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണേ, അവിടെ നിന്നില്ല. വ അത്വീഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടണേ. ഫഇൻ തവല്ലൂ, എന്നിട്ടും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹു കാഫിരീങ്ങളെ ഇഷ്ടപ്പെടൂല. ഈ ആയത്തിറങ്ങിയത് ഈ ആരോപണം വന്ന ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണെല്ലാം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ. ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചാൽ മുഹമ്മദിന്റെ നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. പരിഭാഷ പറയുകയാണെങ്കിൽ മസലു നൂരിഹി, മസലു നൂരിഹി, ആ നൂറിന്റെ ഉപമ. ഇതേതാ നൂറ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചില്ലേ, രണ്ടാമത്തെ നൂറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. മസലു നൂരി മുഹമ്മദിൻ എന്നാണ് പറഞ്ഞത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചു. എല്ലാം അള്ളാഹുവിന്റെ പ്രവാചകരുടെ മദഹാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻത അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗഖ നൂർ അൻത ഇക്സീറുൻ വഗാലി അൻത മിസ്ബാഹുസ് സുദൂർ ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ് സുറുജി
ഈ ബെയ്ത്തുകളെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പലരും പരിഹസിച്ച് നടക്കാറുണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കാണത്രേ പ്രവാചകർ എന്ന് പരിഹസിക്കാറുണ്ടായിരുന്നു. നബിയേ ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന വീട് ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, അവിടെ ഒരു വിളക്കിന്റെ ആവശ്യമില്ല, ഒരു സിറാജിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളക്കാണത്രേ, മണ്ണെണ്ണ വിളക്കാണത്രേ എന്നൊക്കെ കളിയാക്കി നടന്ന വിഡ്ഢികളുണ്ടായിരുന്നു. ഇന്ന് അത്ര കേൾക്കാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹ് ചെയ്തതെന്താ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ പറയുന്നത്. സിറാജാണ് നബി, ഷാഹിദാണ് നബി, മുബശ്ശിറാണ് നബി, ബഷീറാണ് നബി, നദീറാണ് നബി, മുനീറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് പ്രവാചകരെ മദ്ഹ് ചെയ്യാൻ പഠിപ്പിച്ചത്. അല്ലാഹു മദ്ഹ് ചെയ്തതിലേക്ക്, അത് മദ്ഹ് ചെയ്തതിന്റെ ചെറിയ ചെറിയ ഫുറൂഉകൾ മാത്രമാണ് ലോകത്തുള്ള സകല മുദ്ദാഹികളും പറഞ്ഞിട്ടുള്ളൂ. മഹാന്മാരായ സ്വഹാബികൾ റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തോ എന്നാണ് ഉമ്മണി വലിയ ചോദ്യം. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തോ? അല്ലേ? ചോദ്യം അങ്ങനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മങ്കൂസ് മുലൂദ് ഓതിനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് പറയാ, ഉമറേ വാ നമുക്ക് ബൈത്തുൽ മസ്ജിദുൽ ഖുബൈൽ പോയിട്ട് 2 ഹദീസ് ശറഫുൽ അനാം ഓതി വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ എന്ത് പൊട്ടത്തരം വിഡ്ഢിത്തരം ഈ പറയണം അല്ലേ? അവര് റസൂലുള്ളാഹിയിൽ ജീവിച്ചവരല്ലേ, അവർക്ക് എല്ലാം നബിയല്ലേ, അവരുടെ ഉറക്കവും ഉണർച്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അവരുടെ കണ്ണിൽ മുഹമ്മദ് മുസ്തഫ, അവരുടെ ചലനങ്ങളിൽ മുഹമ്മദ് മുസ്തഫ, അവരുടെ എല്ലാ കാഴ്ചകളും മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിലുള്ള മുടികളെ കുറിച്ച് വിവരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയിലും തലയിലുമുള്ള മുടികളിൽ എത്ര മുടി നരച്ചിരുന്നു എന്നവർ കണ്ടുപിടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുറുമയിട്ട കണ്ണുകളെ മനോഹരമായി അവർ വ്യാഖ്യാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുരികത്തെ അവർ മദ്ഹ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലുകളെ അവർ മദ്ഹ് ചെയ്തത്. അവിടുത്തെ ചുണ്ടുകളെ മദ്ഹ് ചെയ്തത്. അവിടുത്തെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും ഭാഗങ്ങളെ കുറിച്ചും സ്വഹാബികൾ പാടിയില്ലേ, പറഞ്ഞില്ലേ? അവരുടെ ഊണും ഉറക്കവും ഉണർച്ചയും എല്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലയായ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മൗലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാനോട് ചോദിച്ചു, സൗബാൻ എന്തു പറ്റി സൗബാൻ? വമാ അസ്വാബക്, എന്താണ് സൗബാനെ താങ്കൾക്ക് സംഭവിച്ചത്? താങ്കളുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ, താങ്കളുടെ മുഖം വല്ലാതെ വിവരണമായിട്ടുണ്ടല്ലോ, എന്തു പറ്റി സൗബാൻ? സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ എന്റെ വിഷമം, എനിക്ക് അങ്ങയെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയുന്നില്ല നബിയേ. ഒരു സെക്കൻഡ് പോലും അവിടുത്തെ മുഖം കാണാതെ, അവിടുത്തെ ദർശിക്കാതെ സൗബാന് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മദീനയിലാണ്. അതുകൊണ്ട് എപ്പോ എനിക്ക് അങ്ങയെ കാണാൻ ആഗ്രഹം തോന്നിയാലും ഇവിടെ ഓടി വന്നാൽ അങ്ങയുടെ പൂമുഖം ദർശിക്കാമല്ലോ. പക്ഷേ നാളെ ഞാൻ മരണപ്പെടും, അങ്ങും വഫാത്താകും. പക്ഷേ അങ്ങ് വലിയ ദറജത്തുൽ ഉലയിലായിരിക്കുമല്ലോ, ദറജത്തുൽ അലയിലായിരിക്കുമല്ലോ, അമ്പിയാക്കളോടുകൂടെ ഉയർന്ന അത്യുന്നതമായ ദറജയിലായിരിക്കുമല്ലോ അങ്ങ്. പാവപ്പെട്ട സൗബാൻ വളരെ താഴ്ന്ന അവസ്ഥയിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന വേവലാതിയാണ്. അങ്ങയെ കാണാതെ സ്വർഗത്തിൽ എങ്ങനെയാണ് ഞാൻ നിൽക്കുക എന്ന ബേജാറിലാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തില് നമുക്ക് സ്വർഗത്തില് ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അല്ലേ? സ്വർഗത്തില് താമസിച്ചോന്റെ കൂടെ എവിടെയെങ്കിലും ഒരു തണലിൽ നിന്നിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ ദുആ. അങ്ങനെ സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ. പക്ഷേ
സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കും, സ്വർഗത്തിൽ കിടക്കലും അതൊന്നല്ല ചോദിച്ചു, സ്വർഗത്തിൽ ഞാൻ താങ്കളെ കാണാതെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ നിൽക്കാനാ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബിയെയാണ് മൗലിദോദിയോ എന്ന് ചോദിക്കുന്നത്. ഈ സ്വഹാബികളാണ്, ഈ സ്വഹാബികളെ കുറിച്ചാണ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറഞ്ഞോ എന്ന് ചോദിക്കുന്നത്. ഏതാണ് ആ ഹബ്ബ്? നിങ്ങളൊന്ന് ആലോചിച്ച്, റസൂലുള്ളാഹി തങ്ങളെ കാണാതെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ? അത് ആലോചിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, സൗബാന് ഉറക്കി വരുന്നില്ല, സൗബാന്റെ ശരീരം ക്ഷീണിച്ച് വരികയാണ്. അത് കണ്ടിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്. വലിയ മഹ്മൂമായി നടക്കുകയാണ്, ആരോടും പറയാൻ വയ്യ, പ്രശ്നം ആരോടും പറയാനും വയ്യ, ആരും അറിയിക്കാനും വയ്യ. എന്താ ചെയ്യാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതാണത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, 11 മണി കഴിഞ്ഞു, വളരെ ചുരുക്കി വരാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ മൗലിദോദിയോ മദ്ഹ് പറഞ്ഞോ എന്ന് ചോദിക്കുന്നവൻ ദീനിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് അറിയാത്തവനാണ്, ദീനിനെ കുറിച്ച് അറിയാത്തവനാണ്.